പഴയ വീട്ടിൽ നിന്ന് അലർച്ച കേൾക്കണ്ടല്ലോ. കോട്ടേഴ്സാടത് നല്ല കരയണ സൗണ്ടടാ കേട്ട്. നീ ഇടിമുറി നേട്ടണ്ട. കള്ളന്മാരെയൊക്കെ കൊണ്ടുവന്ന് ഇടിക്കണ സ്ഥലമാണത്. അമ്മ പൈസ ഇടായിരുന്നു നമുക്ക് ശരിയാക്കാം. ഞാൻ ഇപ്പൊ ഡ്യൂട്ടി കയറാൻ പോവാ. അമ്മ വെച്ചോ. സാർ, ചോദ്യം ചോദിക്കാൻ ജെതി സാറാ വരുന്നത് ഞാൻ രാവിലെ അറിഞ്ഞു. സാർ, നാളെ ഞാൻ കോടതിയിൽ ഹാജരാക്കേണ്ടത്. ഈ കേസിന്റെ തുടക്കം മുതൽ ഒന്ന് പറയാൻ പറ്റുമോ എനിക്ക്? യെസ് സാർ. ഒക്ടോബർ 24 വെള്ളിയാഴ്ച, അന്നാണ് കുട്ടിയെ മിസ്സിംഗ് ആയ വിവരം ഏഴിക്കര പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. കുട്ടിയുടെ മാതാപിതാക്കളിൽ നിന്നും ഇതൊരു തട്ടിക്കൊണ്ടുപോകലാണെന്ന് മനസ്സിലായി. അന്ന് ഞങ്ങൾ പരിസരത്തെ CCTVകളെല്ലാം പരിശോധിച്ചു. പക്ഷേ കുട്ടിയുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ ലഭിച്ചില്ല. CCTV ഒന്നിൽ പോലും ഒരു തെളിവും വെച്ചിട്ടില്ല. പ്രതി മിടുക്കനാണല്ലോ. കഴുത്തിൽ ചങ്ങല കൊണ്ട് വലിച്ചു മുറുക്കി കൊലപ്പെടുത്തിയ നിലയിലായിരുന്നു കുട്ടിയുടെ ശരീരം. എൻ്റെ മനസ്സും ശരീരവും ക്ഷീണിതനായി കഴിഞ്ഞിരിക്കുന്നു. മേലുദ്യോഗസ്ഥന്മാരുടെ കുറ്റപ്പെടുത്തലുകൾ എന്നെ തലപ്പെരിപ്പിക്കുന്നു. ഈ കേസ് തെളിയിക്കാൻ പറ്റാതെ പോയാൽ ഞാൻ ആ കുട്ടിയോട് ചെയ്യുന്ന വലിയ ചതിയായിരിക്കും അത്. എന്നാൽ നമ്മൾ മനസ്സറിഞ്ഞ് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം നമ്മളെ കൈതന്ന് രക്ഷിക്കുക തന്നെ ചെയ്യും. ആന്റണി, നിന്റെ അനിയത്തിയുടെ ഡാൻസ് വീഡിയോ എടുക്കാന്ന് പറഞ്ഞ് നിർത്തിയിട്ട് ക്യാമറ ഓൺ ആക്കിയില്ല. ആ കൊച്ചിനെ നിർത്തി പ്രാങ്ക് ആക്കി. ഞാൻ ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കട്ടെ, എന്നിട്ട് അതിനുള്ള റിപ്ലൈ തന്നേക്കാം. അന്ന് ആ പ്രാങ്ക് വീഡിയോയിൽ നിന്നും മരണപ്പെട്ട കുട്ടിയുമായി ഒരാൾ പോകുന്നത് കണ്ടു. അതായിരുന്നു ഈ കേസിന്റെ ആദ്യത്തെ വഴിത്തിരിവ്. ഒരു CCTVയിൽ നിന്നും കിട്ടാത്തത് ഒരു പ്രാങ്ക് വീഡിയോയിൽ നിന്നും കിട്ടി. ഒരു ഹാൻഡ് ഓഫ് ഗോഡ്. അതെ, ഹാൻഡ് ഓഫ് ഗോഡ്. ദൈവം കൈതന്ന് രക്ഷിച്ചു. അങ്ങനെ ഞങ്ങൾ അവനെ കണ്ടെത്തി. രവി എന്നായിരുന്നു അവന്റെ പേര്. കഴിഞ്ഞ 24-ാം തീയതി താൻ അവിടെ ഇരുന്ന്? സാറ്, ഞാൻ കഴിഞ്ഞ ദിവസം സിനിമക്ക് പോയിട്ടേ പനി പിടിച്ച് വീട്ടിൽ തന്നെ കിടപ്പായിരുന്നു. നിന്നെ കണ്ടവരങ്ങനെയല്ലല്ലോ പറഞ്ഞത്.
സാറേ 21-ാം തീയതി സെക്കൻഡ് ഷോ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോയി ഭയങ്കര മഴയായിരുന്നു. ആ മഴ കൊണ്ട് എനിക്ക് പനി പിടിച്ച് ഞാൻ വീട്ടിൽ കിടപ്പായിരുന്നു. അപ്പൊ 24-ാം തീയതി സെക്കൻഡ് ഷോയ്ക്ക് പോയിട്ട് 25-ാം തീയതി പനിപിടിച്ച്. സാറേ 21-ാം തീയതി വൈകിട്ടായിരുന്നു സെക്കൻഡ് ഷോ. സെക്കൻഡ് ഷോ കഴിഞ്ഞ് പിറ്റേദിവസം 24-ാം തീയതി. 24-ാം തീയതി ഞാൻ പനി പിടിച്ച് കിടപ്പായിരുന്നു. സാറൻ അല്ലാന്ന് തോന്നണത്. അവൻ ഇത്ര കൃത്യമായിട്ട് പറയണെങ്കിൽ എന്തായാലും അവനായിരിക്കില്ല. എന്നാലും അവൻ എന്ത് ഇത്ര കൃത്യമായിട്ട് പറയാൻ കാരണം? രവി, ഇപ്പൊ തന്നെ തന്റെ പേരിൽ ഒരുപാട് കേസുകളുണ്ട്. ഇനി പുതിയ കേസ് കൂടെ ചാർജ് ചെയ്യണോ? ഈ കുട്ടിയെ നിനക്കറിയോ? സാറേ ആ കുട്ടി അവിടെ നിന്ന് കരയുന്നത് കണ്ടതാണ് ഞാൻ. ആ കരച്ചിൽ കണ്ടപ്പോൾ മനസ്സിൽ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. അടുത്ത കടയിൽ നിന്നൊരു വെള്ളം മേടിച്ചു കൊടുക്കാൻ കൊണ്ടുപോയതാണ്. അപ്പോഴാണ് ഒരു ഓട്ടോ ടാക്സിയിൽ ആരോ വന്ന് ആ കുട്ടിയെ കയറ്റിക്കൊണ്ടു വന്നത്. ഞാൻ കരുതി ആ കുട്ടിയുടെ അച്ഛനായിരിക്കും കരുതി. അതാണ് ഞാൻ പ്രതികരിക്കാഞ്ഞത്. രാജേഷേ, ഇവനെയും ആ കുട്ടിയെയും കണ്ട പരിസരത്ത് നിന്ന് വണ്ടിയുടെ ഡീറ്റെയിൽസ് എടുക്കണം. ആ സാറേ, ആ വണ്ടിയുടെ പുറകിൽ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞെഴുതിയ ഒരു സ്റ്റിക്കർ ഞാൻ കണ്ടു. സാർ നമ്മളിൽ ആ വണ്ടി കിട്ടിയിട്ടുണ്ട്. സാർ ഞാൻ ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പൊ സ്പോട്ടിലുണ്ട് സാറേ. പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്ന് രക്തം കുടിക്കുന്ന അച്ചകുത്താനെ ഞങ്ങൾ കണ്ടെത്തി. അങ്ങനെ നിങ്ങളവനെ പിടിച്ചു. ഇൻട്രൊഡക്ഷനും ഇൻട്രോയും കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ക്ലൈമാക്സ് തുടങ്ങാം. ആന്റണി, താൻ പോയി ജീപ്പിന്ന് എന്റെ പേഴ്സ് ഒന്ന് എടുക്ക്. ഒരു കൊച്ചു കുഞ്ഞിനെ ചങ്ങല കൊണ്ട് കഴുത്ത് ഞെരിച്ച് കൊന്നിട്ട് അതിനെ പറമ്പിൽ ഉപേക്ഷിച്ചു പോകാൻ നീ എന്താ മാനസിക രോഗിയാണോ? മാനസിക രോഗോ? ഇതൊരു ലഹരിയാണ് സാറേ. ചങ്ങല കൊണ്ട് കഴുത്തി ചുറ്റി വലിക്കുമ്പോ ഉണ്ടല്ലോ ഒരു ഞെട്ടൊടിയണ ശബ്ദമുണ്ട്. ഇതപ്പോ നിന്റെ ആദ്യത്തെ കൊലപാതകം അല്ല? അല്ല സാറേ, ചെറുപ്പത്തിലെ ആദ്യം എൻ്റെ അച്ഛനെ തന്നെ. പുള്ളി ഒരു പാവമായിരുന്നു. രാത്രി കള്ളുടിച്ച് ബോധമില്ലാണ്ട് വന്ന് അമ്മയെ ഞാൻ കണ്ടമാനം തല്ലും. ഒരു രാത്രി പോലും ഞാനും എൻ്റെ അമ്മ സമാധാനമായിട്ട് ഉറങ്ങിയിട്ടില്ല. അങ്ങനെ ഒരു ദിവസം ഒരു ചങ്ങലെടുത്ത് ഞാൻ അച്ഛൻ്റെ കഴുത്ത് വലിച്ചു മുറുക്കി. അന്ന് ഞാനും എൻ്റെ അമ്മയെ സമാധാനമായി കിടന്നുറങ്ങി.
ആദ്യ കൊലപാതകം അമ്മയോടുള്ള സ്നേഹം. അപ്പൊ ബാക്കിയുള്ളതോ? ഈ സാറിന്റെ പേഴ്സ് എവിടെ വെച്ചേക്കണേ? ആ, മരിച്ച കുട്ടിയുടെ ഫോട്ടോ എങ്ങനെ സാറിന്റെ പേഴ്സിൽ വരാ?